ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഡയമണ്ട് ഹണ്ട്. അതായത് നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, അപ്പം നമുക്ക് ചെസ്റ്റിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഓക്കെ, കുറച്ച് ആർമർ ഉണ്ട്. അപ്പം നമുക്ക് ആർമർ ആദ്യം ഇടാം. ഓക്കെ, നമ്മുടെ അടുത്തൊരു വില്ലേജ് ഉണ്ടായിരുന്നു. ആ വില്ലേജിൽ നിന്ന് കിട്ടിയതാണ് ഈ ആർമർ. പിന്നെ നമുക്ക് കുറച്ച് ബ്ലോക്ക് വേണം. നമുക്കത് കോബിൾ സ്റ്റോൺ തന്നെ എടുക്കാം. പിന്നെ ഈ ചെസ്റ്റത്തെ കഴിഞ്ഞു, നമുക്ക് ഇത്ര മതി. പിന്നെ നമ്മളിവിടെ നിന്ന് കുറച്ച് വുഡ് എടുക്കണം. നമുക്ക് ആദ്യം ഇതല്ല, കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് ഒരിതും കൂടെ ഒരു സ്റ്റിക്കും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു സോഡും കൂടി ഉണ്ടാക്കാം. സാധനങ്ങൾ മതി. അല്ലെ വുഡ് അല്ലെ വേണ്ട വുഡ്. ഓക്കെ, നമുക്ക് കുറച്ച് ആപ്പിൾ എടുക്കണം. പിന്നെ മതി. ഇനി നമുക്കിനി വേണ്ടത് ഡയമണ്ട് മൈനിങ്ങിൽ നമുക്ക് അയൺ ഇൻഗട്സ് വേണം. സോ നമ്മുടെ കയ്യിൽ അയൺ ഉണ്ടോ നോക്കാം. ഓക്കെ, 2 ഉണ്ട്. നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വേണം മൈൻ ചെയ്യാൻ. സോ നമുക്ക് 3 വേണം. നമുക്കിനി ഒരൊറ്റ അയണും കൂടെ വേണം. പിന്നെ ഞാൻ പറഞ്ഞ വില്ലേജ് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വലിയൊരു കേവ് ഉണ്ട്. സോ നമുക്ക് ആദ്യം വില്ലേജ് ജസ്റ്റ് ദൂരത്തു നിന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്. കാണിച്ചു തരാൻ മറന്നു. ഇതൊക്കെ ഞാൻ സർവൈവൽ ഉണ്ടാക്കിയതാണ്. ഇതിവിടെ ആയിട്ട് ഒരു ബെല്ലൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ വീട്. അതൊരു ഫ്ലോട്ടിംഗ് വീടാണ്. ഓക്കെ, പിന്നെ ഇവിടെയാണ് എൻ്റെ മൈൻ. ഇതിൽ ഞാൻ അടിയിലേക്ക് മൈൻ ചെയ്ത് പോയി. ഇവിടെ നിന്ന് ഒരു ഡയമണ്ട്സ് കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. ഒരു വാല്യൂബിൾസ് ഒന്നും കിട്ടിയില്ല. സോ എനിക്ക് ദൂരെ നിന്നൊരു കേവ് ഞാൻ കണ്ടുപിടിച്ചു. നദിയിൽ കൂടെ പോകണം. ഇവിടെ ആയിട്ടാണ് ആ വില്ലേജ്. കാണിച്ചു തരാം. ഇതാണ് ആ വില്ലേജ്. ഇതൊക്കെ ഞാൻ സർവൈവലിൽ കണ്ടുപിടിച്ചാണ്. ഞാൻ ക്രിയേറ്റീവിലൊന്നും ചെയ്തിട്ടില്ല, ഒരു ചീറ്റിങ്ങുമില്ല. ഞാൻ മൊത്തം സർവൈവലിൽ ഉണ്ടാക്കി, കഷ്ടപ്പെട്ടുണ്ടാക്കി 2 ദിവസത്തിൽ ഉണ്ടാക്കിയെടുത്താണ്. പിന്നെ കേവ് ഇവിടെ ആയിട്ടാണ് വരിക. കണ്ണ വീടൊക്കെ 2 ദിവസത്തിൽ ഉണ്ടാക്കിയെടുത്താണ്. 2 ദിവസം വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം അങ്ങോട്ട് ഉണ്ടാക്കി, അത്രയല്ല. ഇവിടെയാണ് കേവ് ഉള്ളത്. നമുക്കിനി ഒരയണം കൂടെ വേണം. ഇവിടെ നിന്ന് നമ്മൾ എന്തായാലും ജമ്പ് ചെയ്യണം. അപ്പോൾ കുറച്ച് ഹാർട്ട് പോവും. അല്ലാണ്ട് താഴെത്താൻ വേറെ വഴിയില്ല. നമുക്ക് അയൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ ഡയമണ്ടും മൈൻ ചെയ്യണം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അയൺ ഉണ്ടാകും നോക്കാം. അതെ ഗൈസ്, ആ ഒരു തൂണ് പോലത്തെ സ്ഥലത്തിൽ അയൺ കണ്ടു. ഓക്കെ, ഇപ്പം നമുക്ക് അതിലേക്ക് ബ്രിഡ്ജ് ചെയ്ത് പോവാം. ഒരുപാട് കോപ്പർ ഉണ്ട്. നമുക്ക് കോപ്പർ ആവശ്യമില്ല. നമുക്ക് സ്നീക്ക് ചെയ്യാം. ക്രൗച്ച് ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം. ബ്രിഡ്ജ് ചെയ്ത് പോവാം. ഈ ഡയമണ്ട് നല്ല അടിയിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഇതെടുത്തൊന്ന് സ്മെൽറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റോൺ പിക്കാക്സ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു റോ അയൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ച് വീട്ടിൽ പോയിട്ട് അതൊന്ന് സ്മെൽറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഡയമണ്ട്സൊക്കെ നല്ല അടിയിലുണ്ടാവും. നമുക്ക് അതിന് കുറച്ചും കൂടെ ഫുഡും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം.
ഇൻകേസ് രാത്രിയാവുകയാണെങ്കിൽ ഉറങ്ങാനായിട്ടൊരു ബെഡും വേണം. വഴിയൊക്കെ നമ്മൾ കയറാനുള്ള വഴി തുറന്നു പോയി. സോ ഞാൻ ബ്രിഡ്ജ് ചെയ്ത് പോവാം. ബ്രിഡ്ജല്ല, സ്റ്റാക്ക് ചെയ്ത് പോകും. നമുക്കതായാലും കോബിൾ സ്റ്റോൺ ഉണ്ടല്ലോ. എത്തി ഗൈസ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. പിന്നെ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കി നമുക്ക് മൈൻ ചെയ്യാൻ പോവാം. ഹാർട്ട് ഹാഫ് എ ഹാർട്ടേ ഉള്ളൂ, ഒരു കുറച്ച് ഹാർട്ടേ ഉള്ളൂ. വിചാരിച്ച് എന്തായാലും നമുക്ക് കേവിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അയൺ ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ചെസ്റ്റിൽ ലാസ്റ്റ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇതൊന്നും വേണ്ട, നമുക്ക് ഇതോടെ വയ്ക്കാം. വയ്ക്കാം. ആപ്പിൾ കോബിൾ സ്റ്റോൺ നമുക്ക് വേറെ എടുക്കാം. സോ നമുക്ക് ഇവിടെ വയ്ക്കാം. എനിക്ക് ഹാർട്ട് ഭയങ്കര കുറവാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഡൈ ആവട്ടെ. അതിനായി എൻ്റെ ആർമർ ഒന്ന് ഊരണം. എന്നിട്ട് നമുക്ക് ഈ ലാസ്റ്റ് റോയിൽ വയ്ക്കാം. അതാകുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ എടുക്കാൻ കഴിയും. ഞാൻ പെട്ടെന്ന് പോയി ഡൈ ആവട്ടെ. നമുക്ക് ഡ്രൗണിനായിട്ട് തന്നെ ഡൈ ആവാം. ഡൈ ആയി. ഇനി നമുക്ക് വീണ്ടും എക്യുപ്മെൻറ്റ്സ് എടുക്കാം. ആദ്യം ആർമർ നമുക്ക് എക്യുപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആർമർ ഇട്ടു. നമുക്ക് ഈ അടിയത്തെ റോത്തെ സാധനങ്ങളെല്ലാം എടുക്കാം. സോഡ്, രണ്ട് പിക്കാക്സ്, ആപ്പിൾ, കോബിൾ സ്റ്റോൺ, പിന്നെ നമ്മുടെ ഈ അയൺ ആയിട്ടുണ്ടാവുമോ? യെസ്, അയൺ ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ കുതിര. നമുക്ക് ആർമറൊക്കെ ഇട്ട് സെറ്റാണ്. ഞാൻ ഇതിത്തെ മേലത്തേന്ന് ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അയൺ പിക്കാക്സ് തന്നെ ഉണ്ടാക്കാം. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ നമുക്ക് മൈൻ ചെയ്യാൻ പോവാം. അല്ല, ഒരു ബെഡും കൂടെ വേണം ഗൈസ്. ബെഡ് ചെയ്യാൻ ആ ചെസ്റ്റാണ് ഇവിടെ ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ ചെസ്റ്റിലേക്ക് ഓക്കെ. എന്തായാലും എനിക്കൊരു ബെഡും വേണം. ഇൻ കേസ് രാത്രി വേണമെങ്കിൽ. സോ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ പോവാം. സ്പീഡിൽ പോയാൽ നമുക്ക് പിന്നെ വീണ്ടും സ്പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് പതുക്കെ പോവാം. നമ്മളെ കേവ് രാത്രി ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ബെഡ് വെച്ചിട്ടൊന്ന് കിടന്ന് നോക്കണം. ആയിട്ടില്ല, ആയല്ലോ, രാത്രി ആവുന്നു. ഈവനിങ് ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ പോയി കിടന്ന് ഉറങ്ങണം. ഇവിടെ വേണ്ട. ഓക്കെ, ഇവിടെ കിടന്നിട്ടുണ്ട്. ഇപ്പോൾ റീസ്പോൺ പോയിൻ്റ് ഇവിടെ സെറ്റാവും. വീട്ടിൽ പോയിട്ട് വീണ്ടും റീസ്പോൺ പോയിൻ്റ് ഒന്നും കൂടെ സെറ്റാക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഡൈ ആവണമെങ്കിൽ ഇവിടെ സ്പോൺ ആവും. സോ നമുക്ക് പതുക്കെ പോവാം. ഇവിടെ നിന്ന് നമുക്ക് ബ്രിഡ്ജ് ഉണ്ടോ ഇങ്ങനെ പോവായിരുന്നു അല്ലേ? അത് നമ്മൾ ഡാമേജ് എടുക്കില്ലായിരുന്നു. ഞാൻ വെറുതെ ഡാമേജ് എടുത്തു. നമുക്ക് താഴെ പോയി നോക്കാം. ഇവിടെ നല്ല സ്കെൽറ്റൻ ഉണ്ട്. സ്കെൽറ്റൻ ഉണ്ട്. നമുക്ക് വെള്ളത്തിൽ കൂടെ തന്നെ പോവാം. നമുക്ക്
ലാപ്പീസ് ലസൂലി വെള്ളത്തിൽ കൂടെ തന്നെ പോവാം. ഇവിടെ ആയിരിക്കും ഡയമണ്ട് ആവാൻ ചാൻസ് കൂടുതൽ, കാരണം ഡയമണ്ടൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് കാണാൻ കഴിയുള്ളൂ. കുറച്ച് അപ്പുറത്ത് പോയി നോക്കാം. അവിടെ എവിടെയെങ്കിലും ഒരു ഡയമണ്ട് ഉണ്ടോ നോക്കാം. എന്താ അവിടെ റെഡ് സ്റ്റോൺ ഒക്കെ ഉണ്ട്. ഓ ഗായ്സ് ഇതാ ഡയമണ്ട്. ഇവിടെ വെള്ളമുണ്ട്. സോ പോയാൽ പിന്നെ നമ്മൾ വീണ്ടും ചാലഞ്ച് റീസ്റ്റാർട്ട്. ഓ സ്പൈഡർ എൻ്റെ ഇവിടെ സോഡ് കേടയായിട്ടുണ്ട്. നമ്മൾ അതിനെ കൊന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ടോർച്ച് കൊണ്ട് വരാൻ മറന്നു. ക്രീപ്പർ ഗൈസ്. ഓക്കെ ഗൈസ്, ക്രീപ്പർ പോയിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളവും ഡ്രെയിൻ ചെയ്തു. ഇനി നമ്മുടെ ഡയമണ്ട് മൈനാണ്. സോംബി സോറി. യെസ് ഗൈസ്, നമ്മൾ ഡയമണ്ട് മൈൻ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ തന്നെ കിടന്നുറങ്ങാം. അല്ല, രാവിലെ കിടന്നുറങ്ങാം ഗൈസ്. നമുക്ക് എന്തായാലും കയ്യിൽ ഇനി സോഡ് വെക്കാം, ഇൻ കേസ് എന്തെങ്കിലും മോബ് വരികയാണെങ്കിൽ ചെയ്യാനായിട്ട്. നമുക്ക് ഈ വെള്ളം നമ്മൾ വന്ന വഴി കൂടി തന്നെ തിരിച്ചു പോകണം. ഇവിടെ കുറച്ച് ഡേഞ്ചറാണ് ഗൈസ്. ലവ ഇവിടെയൊക്കെ നമ്മൾ സ്പ്രിൻറ്റിങ് ആവശ്യമുള്ളൂ ഗൈസ്. ഞാൻ ക്ലൈംബ് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ച് ടൈം എടുക്കണമുണ്ട്. ഞാനിത് 2x സ്പീഡിലാണ് ഇടുന്നത്. ഓ, ഞാൻ താഴെ വീണു ഗൈസ്. അപ്പോൾ നമ്മൾ ക്ലൈംബ് ചെയ്യണം. ക്ലൈംബ് ചെയ്ത് പോവാം. ഓ, ഇവിടെയൊക്കെ ഒരുപാട് സ്കെൽറ്റൻസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സർഫേസ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോയി സ്റ്റാക്ക് ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഈ സർവൈവൽ വേൾഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇനി നമുക്ക് ഈ ചെസ്റ്റ് തുറന്നിട്ട് ഈ ഇത് വയ്ക്കാം. കുറച്ച് ആപ്പിൾസ് ഉണ്ട്, അത് വയ്ക്കാം. കോബിൾ സ്റ്റോൺ ഉണ്ട്, അതും വയ്ക്കാം. റോട്ടൺ ഫ്ലഷ് കൂടെ വയ്ക്കാം. ബെഡ് ആവശ്യമുണ്ട്. സോഡ് കൂടെ വയ്ക്കാം. അയൺ പിക്കാക്സ് കൂടെ വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ബെഡ് എടുത്തിട്ട് ഇവിടെ വയ്ക്കാം. ആൻഡ് നമ്മുടെ ഡയമണ്ട് നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണുന്നവരെ ബൈ.